ആരോഗ്യ സംരക്ഷണത്തിന്റെ മാതൃക എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഇത്തവണത്തെ സീസണ് സമാപനമായിരിക്കുകയാണ്. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫിറ്റ്നസ് ചലഞ്ചിൽ ദുബായിയുടെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് പങ്കെടുത്തത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ദുബായിയുടെ സന്ദേശം രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ ഫിറ്റ്നസ് ചലഞ്ച് സമ്മാനിച്ചത്. ആരോഗ്യമുള്ള ശരീരത്തിന്റെയും ആരോഗ്യമുള്ള മനസ്സിന്റെയും ഉടമകളാക്കി ജനങ്ങളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേതൃത്വം നൽകുന്ന ഫിറ്റ്നസ് ചലഞ്ചിന്റെ പുതിയ പതിപ്പിൽ പ്രത്യേകതകൾ ഏറെയായിരുന്നു. പ്രായഭേദമന്യേ വ്യായാമത്തിന്റെ പ്രാധാന്യം ഉറക്കെ പറയുന്ന നിരവധി കാഴ്ചകൾ. ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായി നടന്ന യോഗ, സൈക്കിൾ റൈഡ്, നീന്തൽ, ബൈക്ക് റൈഡ് എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിൽ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തമായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നഗരം സൈക്കിളുകൾ കീഴടക്കുന്ന കാഴ്ചയായ ദുബായ് റൈഡ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ആയിരങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയത്. ഷെയ്ഖ് സായിദ് റോഡിലൂടെയുള്ള 12 കിലോമീറ്റർ, ഡൗൺ ടൗൺ ദുബായിലൂടെയുള്ള 4 കിലോമീറ്റർ എന്നിങ്ങനെ 2 റൂട്ടുകളാണ് റൈഡിനുണ്ടായിരുന്നത്. റൈഡിനായി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്താണ് ഓരോരുത്തരും പങ്കെടുത്തത്. പങ്കെടുക്കുന്നവരുടെ സൗകര്യാർത്ഥം വ്യത്യസ്ത പോയിന്റുകളും അധികൃതർ ഒരുക്കിയിരുന്നു. ആവേശത്തോടെ പങ്കെടുത്ത് ആരോഗ്യധനമാണ് സർവ്വധനാൽ പ്രധാനമെന്ന് ഉറക്കെ പറഞ്ഞാണ് ഓരോരുത്തരും ഈ രാജവീഥിയോട് വിട പറഞ്ഞത്. ദുബായിയുടെ രാജവീഥി മനുഷ്യക്കടലാകുന്ന കാഴ്ചയായിരുന്നു ഫിറ്റ്നസ് ചലഞ്ചിന്റെ കൊട്ടിക്കലാശമായ ദുബായ് റണ്ണിൽ കാണാനായത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം പുലർച്ചെ മുതൽ ദുബായിയുടെ രാജവീഥിയിലേക്ക് ഒഴുകിയെത്തി. ഇടവേളകളില്ലാതെ ദുബായ് മെട്രോ ആളുകളെ എത്തിച്ചു. ഓട്ടക്കാർക്ക് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നിങ്ങനെയുള്ള റൂട്ടുകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ റൂട്ട് ഷെയ്ഖ് സായിദ് റോഡിൽ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് സമീപത്തു നിന്നാണ് ആരംഭിച്ചത്. ബുർജ് ഖലീഫ, ദുബായ് ഒപ്പറ വഴി സഞ്ചരിച്ച് ദുബായ് മോളിനടുത്ത് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഇത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിനടുത്ത് നിന്ന് ആരംഭിക്കുന്ന 10 കിലോമീറ്റർ റൂട്ട് ദുബായ് കനാൽ ബ്രിഡ്ജ് കടന്ന് DAFC ഗേറ്റിനടുത്താണ് സമാപിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഫൺ റൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിപാടിയായിരുന്നു ഇത്. പരിപാടിക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്നെ നേരിട്ടെത്തിയത് ആളുകളെ ആവേശഭരിതരാക്കി. പുലർച്ചെ മുതൽ ഷെയ്ഖ് സായിദ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ദുബായ് റണ്ണിനുള്ള സാഹചര്യവും അധികൃതർ ഒരുക്കിയത്. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത്. 2 വർഷമായി ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പൊളിച്ചടക്കിയിട്ട് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. A4 അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഞങ്ങൾ. സൂപ്പർ, പൊളിച്ചടക്കി.